ദാ ഈ ഒരു ചമ്മന്തിയിൽ മുളക് പൊടിയോ വറ്റൽ മുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. കുറച്ച് കട്ടിയായിട്ട് ഇതാ ഇതുപോലെ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം നീട്ടിയെടുക്കാനും പറ്റിയ ചമ്മന്തിയാണിത്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. ദാ ഈ ഇഡലി ഉണ്ടല്ലോ, അരിയോ ചോറോ അവലോ ഒന്നും ചേർക്കാതെ ചെറുപയർ പരിപ്പ് വെച്ച് ചെയ്തെടുത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി ഈ ചട്നി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കടായി വെച്ചിട്ടുണ്ട്, ഒരല്പം എണ്ണ ഒഴിക്കുക. ഇനി കടലപ്പരിപ്പാണ് ചേർക്കുന്നത്, 2 സ്പൂൺ ചേർക്കുക. ഇനി ഇത് ചെറു തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. പരിപ്പെല്ലാം ഒരേപോലെ മൂത്ത് കിട്ടണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കുക. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ച് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതാ പാകമായിട്ടുണ്ട്, ഈ ഒരളവിന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിൽ 2 സവാളയാണ് ചേർക്കുന്നത്, കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്, അത് കൂടി ചേർക്കുക. ഇവിടെ ഞാൻ നല്ല വലിപ്പമുള്ള ഒരു കൈപ്പത്തി നീളമുള്ള പച്ചമുളകായിരുന്നു ഇത്. ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് കൂടി ചേർക്കുക. മീഡിയം സൈസ് പച്ചമുളകാണെങ്കിൽ 5ഓ 6ഓ ചേർക്കുക, കാരണം ഇത് കുറച്ച് നീട്ടിയെടുക്കാവുന്ന ചട്നിയാണ്. അപ്പോൾ 1ഓ 2ഓ പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുത്തിട്ട് കുറച്ചേറെ വെള്ളം ചേർത്ത് ഈ ചമ്മന്തി നീട്ടിയെടുക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ആ എരിവും ആ ഫ്ലേവറും ഒക്കെ അങ്ങ് കുറഞ്ഞു പോകും. ഈ ചമ്മന്തി കുറച്ച് കട്ടിക്ക എടുക്കുന്നെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിൽ കടുക് താളിക്കുന്നുണ്ട്, അപ്പോഴും പച്ചമുളകിൻ്റെ എരിവ് അല്പം കുറയും. ഒരുപാട് നേരം ഇട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട, ആ സവാളയുടെ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ട് ആ കളറൊന്ന് മാറി വരും, അത്രയും മതി. ഇതാ പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വലിയ 2 തക്കാളി ചേർക്കുക, നല്ല പഴുത്ത തക്കാളി ചേർക്കണം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഉപ്പൂടെ ചേരുന്നതുകൊണ്ട് തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും, ഒരുപാടൊന്നും കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ആ തക്കാളിയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഉപ്പ് ചേരുമ്പോഴത്തേന് ആ തക്കാളിയിൽ നിന്ന് നല്ലവണ്ണം വെള്ളം വിട്ട് വരും, ആ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതിയാകും. മൂടി വെക്കൊന്നും വേണ്ട, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ സവാളയുടെ ആ വേര് വരുന്ന ഭാഗത്ത് ഒരു കട്ടി ഭാഗം ഉണ്ടല്ലോ, വെള്ള ഭാഗം, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സവാള അരിഞ്ഞ് ചേർക്കാൻ. ഇതാ തക്കാളിയുടെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിൽ കറിവേപ്പില ചേർക്കുക, 2 ഇല മാത്രം ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. ഇനി 2 സ്പൂൺ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. പൊട്ടുകടല ചേർക്കുമ്പോൾ തേങ്ങ ചേർത്ത പോലെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആ തക്കാളിക്കും സവാളയ്ക്കും ഒക്കെ ചൂടുണ്ട്, ആ ചൂട് മാത്രം മതി, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അല്പം ഇതിൻ്റെ ചൂട് കുറഞ്ഞോട്ടെ, തീരെ അങ്ങ് തണുക്കണമെന്നൊന്നുമില്ല, ചെറു ചൂടോടുകൂടി തന്നെ ഈ ചട്നി അരച്ചെടുക്കാം. ഇതിന് മുന്നേ നിറയെ തക്കാളി ചട്നി റെസിപ്പീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത പല റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ പറയാറുള്ളത് തണുത്തതിന് ശേഷം അരയ്ക്കുക എന്നാണ്. ഇതിന് ചെറു ചൂടോടുകൂടി തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ആദ്യമേ അരച്ചെടുക്കാനായിട്ട്. എത്ര അരയ്ക്കാൻ പറ്റുമോ അത്രയും അരച്ചെടുക്കുക. ഇതാ ഇപ്പോൾ ഇത്രയും അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അരയാൻ മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ബാക്കി പിന്നീട് ചേർക്കാവുന്നതാണ്. ബാക്കി കൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ തേങ്ങ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല എരിവുണ്ട്. ഇത് ഞാൻ കുറച്ചുകൂടി നീട്ടിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പച്ചമുളക് ഏറെ ചേർത്തത്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നീട്ടിയെടുക്കണം. തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിത് ഇനി ചൂടാക്കുന്നില്ല, ഇതിലോട്ട് ഇനി താളിച്ചൊഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതാ കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലൊഴിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട്
ആവശ്യമെങ്കിൽ ചേർക്കുക. ഇനി ഇതിൽ താളിച്ചൊഴിക്കണം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില മാത്രമേ താളിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ടുള്ള തക്കാളി ചട്നീസ് വേറെയും കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലിൽ കാണാവുന്നതാണ്. ഈസി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.